നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 ട്രയംഫിന്റെ പ്രതിരോധ ശേഷിയെ മറികടക്കാൻ ലക്ഷ്യമിട്ട് ചൈനീസ് സൈന്യം പ്രത്യേക സൈനിക അഭ്യാസം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. അത്യാധുനിക 370mm ഗൈഡഡ് റോക്കറ്റ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമി അഭ്യാസം നടത്തിയത്. ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ അതിർത്തിയിലെ സങ്കീർണമായ വ്യോമ പ്രതിരോധ ശൃംഖലകളെ ആദ്യഘട്ടത്തിൽ തന്നെ തകർക്കുക എന്ന തന്ത്രമാണ് ചൈന ഈ അഭ്യാസത്തിലൂടെ പരീക്ഷിച്ചതെന്നാണ് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ചൈനയുടെ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിന് കീഴിലുള്ള യൂണിറ്റുകളാണ് ഈ നീക്കം നടത്തിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ചൈന തങ്ങളുടെ ദീർഘദൂര റോക്കറ്റ് ആർട്ടിലറി, പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ, സംയോജിത നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കമാൻഡ് സെന്ററുകൾ, വ്യോമതാവളങ്ങൾ, റഡാറുകൾ, മിസൈൽ സംവിധാനങ്ങൾ എന്നിവയ്ക്കെതിരെ അതിവേഗത്തിലും വലിയ തോതിലുമുള്ള കൃത്യമായ ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ടാണ് ഈ സജ്ജീകരണം. സൈനിക അഭ്യാസത്തിനായി ഉപയോഗിച്ച 370mm ഗൈഡഡ് റോക്കറ്റുകൾ സാറ്റലൈറ്റ് നാവിഗേഷൻ, ഇനർഷ്യൽ ഗൈഡൻസ് എന്നിവയുടെ അതികൃത്യതയോടെ ലക്ഷ്യം ഭേദിക്കാൻ ശേഷിയുള്ളവയാണ്. ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പകരമായി ഉപയോഗിക്കാവുന്ന ചെലവ് കുറഞ്ഞ ആയുധമായിട്ടാണ് ആധുനിക യുദ്ധ സാഹചര്യങ്ങളിൽ ചൈന ഈ മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റങ്ങളെ കാണുന്നത്. യുദ്ധവിമാനങ്ങളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും വളരെ ദൂരെ വെച്ച് തന്നെ തകർക്കാൻ കെൽപ്പുള്ളതാണ് ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുള്ള റഷ്യൻ നിർമ്മിത S-400 മിസൈലുകൾ. വിമാനങ്ങളെയോ ബാലിസ്റ്റിക് മിസൈലുകളെയോ മാത്രം ആശ്രയിക്കുന്നതിന് പകരം റോക്കറ്റുകൾ, ഡ്രോണുകൾ, ഇലക്ട്രോണിക് യുദ്ധമുറകൾ, സൈബർ ശേഷികൾ എന്നിവ കോർത്തിണക്കിയുള്ള ഒരു മൾട്ടി ഡൊമൈൻ ആക്രമണ രീതിയാണ് ചൈന പയറ്റുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. തങ്ങൾക്കെതിരായി നിൽക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അടിച്ചമർത്തുന്നതിനും നശിപ്പിക്കുന്നതിനും ചൈന വർദ്ധിച്ചു വരുന്ന പ്രാധാന്യമാണ് ഈ അഭ്യാസത്തിലൂടെ വ്യക്തമാകുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു. കമാൻഡ് സെന്ററുകൾ, ലോജിസ്റ്റിക് ഹബ്ബുകൾ, വ്യോമതാവളങ്ങൾ എന്നിവയ്ക്കെതിരെയെല്ലാം അതിവേഗത്തിലും വലിയ തോതിലുള്ള കൃത്യമായ ആക്രമണം നടത്തുന്നതിനാണ് ചൈന കഴിഞ്ഞ കുറേ വർഷങ്ങളായി സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. യുക്രൈൻ, മിഡിൽ ഈസ്റ്റ് യുദ്ധങ്ങളിൽ നിന്ന് ലഭിച്ച പാഠങ്ങളാണ് ചൈന ഇവിടെ പ്രയോഗിക്കുന്നത്. കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങളുടെ പിൻബലമുണ്ടെങ്കിൽ കോടികൾ വിലമതിക്കുന്ന വലിയ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ കുറഞ്ഞ ചെലവിലുള്ള ഗൈഡഡ് റോക്കറ്റുകൾ കൊണ്ട് തകർക്കാൻ കഴിയുമെന്നാണ് ചൈന കണക്കുകൂട്ടുന്നത്. എന്നാൽ ചൈനയുടെ ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യ സജ്ജമാണ്. S-400 മിസൈലുകൾ ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത് എന്നത് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാന കരുത്ത്. ഇന്ത്യയുടെ സംയോജിത എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അഥവാ IACCS ബന്ധിപ്പിച്ചാണ് ഇവ പ്രവർത്തിപ്പിക്കുന്നത്. ശത്രുവിന്റെ കണ്ണ് വെട്ടിക്കാൻ മിസൈൽ സംവിധാനങ്ങളുടെ സ്ഥാനം അടിക്കടി മാറ്റുക, ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ വ്യാജ മിസൈൽ സജ്ജീകരണങ്ങൾ ഒരുക്കുക, ഇലക്ട്രോണിക് പ്രതിരോധം തീർക്കുക എന്നിവ ഇന്ത്യൻ സൈന്യത്തിന്റെ പതിവ് ശൈലികളാണ്. ഇതിനു പുറമെ ചൈനീസ് റോക്കറ്റുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ തദ്ദേശീയ വ്യോമ പ്രതിരോധ പദ്ധതിയായ പ്രൊജക്ട് കുശ, സ്വന്തം ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയും അതിർത്തിയിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് കൂടുതൽ കരുത്ത് പകരും. അതിനാൽ തന്നെ ചൈനയുടെ ഈ നീക്കത്തെ ഇന്ത്യക്ക് പേടിക്കേണ്ടതില്ല. ചൈനയുടെ ഈ സൈനിക അഭ്യാസത്തിന്റെ വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇന്ത്യ ചൈന അതിർത്തിയിലെ സൈനിക ആസൂത്രണം കൂടുതൽ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു.